വെൽക്കം ടു എ തേർഡ് സെഷൻ ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം. സോ ഇന്നത്തെ ഈ സെഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സിലബസ് ഡീകോഡിംഗ് ആണ് മെയിൻ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോ ഫസ്റ്റ് ഇയറും നിങ്ങളെ PG എന്നുള്ള ഒരു ഇതിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ BA-ക്കൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷ് എടുത്ത ലേണേഴ്സ് ആവണമെന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സെഷൻ ആണ് ഈ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ന് ഈ ഒരു സിലബസ് ഡീകോഡിങ്ങിന്റെ സെഷന്റെ ഒപ്പം തന്നെയാണ് നമ്മളുടെ ആ ഒരു ടൈം ടേബിൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ടൈം ടേബിൾ എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഇവിടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാവും. ആൻഡ് ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടാണ് ഇവിടുത്തെ ക്ലാസ്സസും റിവിഷൻ ക്ലാസ്സസും ഒക്കെ വരുന്നത്. സോ ആ ഒരു ടൈം ടേബിൾ ലോഞ്ചിങ് കൂടിയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ലേൺ വൈസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റഡി മെത്തേഡ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കുറെ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ഒരു സെഷനകത്താണ് പറയാൻ പോകുന്നത്. സോ ഈ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനും, അതുപോലെ തന്നെ നമ്മളുടെ ഇംഗ്ലീഷിലെ മെന്റർ ആയിട്ടുള്ള ഐഷ മാം ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ കൊമേഴ്സിന്റെ മെന്റർ ആയിട്ടുള്ള ദുർഗ മാം ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യോളജിയിലെ മെന്റർ ആയിട്ടുള്ള സരിത മാം, 3 പേരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങളുടെ ഒരു സിലബസ് ഡീകോഡിംഗ് എന്നുള്ള ഒരു സെഷൻ ആയിട്ട് നമുക്ക് നമ്മുടെ ഐഷ മാമിനെ സ്വാഗതം. ഐഷ മാം, താങ്ക് യു സോ മച്ച് മേഘ മാം. സോ ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് മേഘ മാം പറഞ്ഞ പോലെ നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ തേർഡ് സെഷൻ ആയിട്ടുള്ള സിലബസ് ഡീകോഡിങ്ങും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ സെഷനിലേക്ക് പോവാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡീകോഡിംഗ് ദ സിലബസ് എന്നുള്ള കാര്യമാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ MA ഇംഗ്ലീഷിൽ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പഠിക്കാൻ പോകുന്ന സബ്ജക്ട്സും അതിലെ കോണ്ടന്റ്സും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. അതായത് ഫസ്റ്റ് ഇയറിന്റെ MA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്ട്സും അതിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് MA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയറിൽ കമ്പൽസറി ആയിട്ട് പഠിക്കാനുള്ള ഒരു പേപ്പർ ഉണ്ട്. അതാണ് MEG 5 ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ. ആൻഡ് ഈ ഒരു പേപ്പറിന്റെ നമുക്കിവിടെ സ്ക്രീനിൽ കാണാം അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പേപ്പറിന്റെ എല്ലാ മെറ്റീരിയൽസും, അതായത് വീഡിയോ ക്ലാസ്സുകൾ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, SLM മെറ്റീരിയൽസ്, വാല്യൂ ആഡഡ് നോട്ട്സ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഫുൾ സപ്പോർട്ടുമാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റും മോഡ്യൂൾ 1, മോഡ്യൂൾ 4. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷണൽ പേപ്പേഴ്സ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ള എലക്ടീവ്സ് ആണ്. അപ്പൊ അതിൽ മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ്. ആ ഒരു ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ താഴെ വരുന്നതാണ് MEG 1 ബ്രിട്ടീഷ് പോയട്രി, MEG 3 ബ്രിട്ടീഷ് നോവൽ, MEG 2 ബ്രിട്ടീഷ് ഡ്രാമ. അതുപോലെ മോഡ്യൂൾ 4 വരുന്നതാണ് റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് MEG 7 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, MEG 14 കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആൻഡ് MEG 10 ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ. അപ്പൊ ഈ എല്ലാ പേപ്പേഴ്സിനും നമുക്ക് ഫുൾ സപ്പോർട്ട് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ക്ലാസ്സുകൾ, പിന്നെ SLM മെറ്റീരിയൽസ്, വാല്യൂ ആഡഡ് നോട്ട്സ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഫുൾ സപ്പോർട്ടും നമുക്ക് ഈ പറഞ്ഞ സബ്ജക്ട്സിനൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് പോയിന്റ്സ് വരുന്നത് 8 തന്നെയാണ്. ഇനി നമ്മൾ സെക്കൻഡ് ഇയറിന്റെ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ MA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയറിൽ കമ്പൽസറി ആയിട്ട് നമുക്ക് വരുന്ന പേപ്പറാണ് MEG 04 ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് നമ്മൾ നോക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഒരു പേപ്പറിൽ നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഒരു പേപ്പറിന്റെയും എല്ലാ ആസ്പെക്ട്സും നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. ഇതിന്റെയും ക്രെഡിറ്റ് പോയിന്റ് 8 ആണ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഓപ്ഷണൽ പേപ്പേഴ്സ് നമുക്ക് സെയിം തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലത്തെ സെയിം പേപ്പേഴ്സ് തന്നെയാണ് വരുന്നത്. ഇതിൽ ആകെ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് MEG 15 എന്ന് പറഞ്ഞിട്ട് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ ഉണ്ട്. മോഡ്യൂൾ 4 റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന പേപ്പറാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിന് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ പേപ്പറിന് നമുക്ക് മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് SLM, വാല്യൂ ആഡഡ് നോട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്താൽ. ഇനി മൂവിങ് ഓൺ.
ഇനിയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പേപ്പറിലേക്ക് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് MAG 05 ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി. ഇതാണ് നമ്മുടെ കോർ പേപ്പർ ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പേപ്പർ. അപ്പൊ ഇതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ എന്താണ്, ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. അതായത് ലിറ്ററേച്ചർ, ക്രിറ്റിസിസം, തിയറി, ഇതിന്റെ ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അത് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് 6 യൂണിറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഓരോ യൂണിറ്റ്സിനും നമുക്ക് വീഡിയോ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. സോ വി ഹാവ് യൂണിറ്റ് 1 ലിറ്ററേച്ചർ, ക്രിറ്റിസിസം ആൻഡ് തിയറി. Unit 2, overview of Western critical thought. Unit 3, 20th century developments. Unit 4, the function of criticism. Unit 5, Indian aesthetics. Unit 6, resistance to theory or how to read a reader. ഇത്രയും യൂണിറ്റ്സ് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം സെക്കൻഡ് ബ്ലോക്കിന്റെ ടൈറ്റിൽ വരുന്നത് ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്നാണ്. അപ്പൊ അതിലും നമുക്ക് 6 യൂണിറ്റ്സ് കാണാം. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് Features of classical criticism. Second unit വരുന്നത് Plato on imitation and art. Unit 3, Aristotle's theory of imitation. Unit 4, Aristotle's theory of tragedy. Unit 5, Aristotle's theory of tragedy 2. And Unit 6, criticism as dialogue. അപ്പോൾ ഇതിൽ കൂടുതലും പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ അവരെയൊക്കെ പറ്റി അവരുടെ തിയറീസ് ഒക്കെയാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത തേർഡ് ബ്ലോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് റൊമാൻറ്റിക് ക്രിറ്റിസിസം. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ ബേസിക്കലി റൊമാൻറ്റിസിസം, വേർഡ്സ് വർത്ത്, പിന്നെ കോളറിഡ്ജ്, ഇങ്ങനത്തെ ലൈക്ക് റൈറ്റേഴ്സിന്റെ ഒക്കെയാണ്, പോയറ്റ്സിന്റെ ഒക്കെ വർക്ക്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇൻ യൂണിറ്റ് 1 വി ഹാവ് റൊമാൻറ്റിസിസം. യൂണിറ്റ് 2 വേർഡ്സ് വർത്ത്, പ്രിഫേസ് ടു ലിറിക്കൽ ബാലെ. യൂണിറ്റ് 3 കോളറിഡ്ജ്, ബയോഗ്രാഫിയ ലിറ്റററിയ. ആൻഡ് യൂണിറ്റ് 4 PB ഷെല്ലീസ് ഡിഫെൻസ് ഓഫ് പോയട്രി. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം ഈ ഒരു ഓത്തേഴ്സിന്റെ റൈറ്റേഴ്സിന്റെ ഒക്കെ വളരെ ഫേമസ് വർക്ക്സ് ആണ് ഈ പറയുന്നതൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ബ്ലോക്ക് 3 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ബ്ലോക്ക് 4 വരുമ്പോൾ നമുക്ക് ന്യൂ ക്രിറ്റിസിസം ആണ് പഠിക്കാനുള്ളത്. ആൻഡ് ഇതിൽ ഓരോ യൂണിറ്റ്സിലും നമ്മൾ ഓരോ പേഴ്സണാലിറ്റീസിനെയാണ്, ഓരോ ഓത്തേഴ്സിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റിലാണെങ്കിൽ വി ഹാവ് I.A. Richards. In second unit we have T.S. Eliot. Unit 3 F.R. Lewis. Unit 4 John Crow Ransom and Clent Brooks. Unit 5 WK Wimsatt. And Unit 6 conclusion. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ ടുവേർഡ്സ് ദി എൻഡ് നമുക്ക് ഒരു കൺക്ലൂഷനിലൂടെയാണ് എൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ യൂണിറ്റ് ഈ MEG 5 ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറിയുടെ ബ്ലോക്ക് 5 നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് മാർക്സിസ്റ്റ് വ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഓക്കെ, കൂടുതലായി മാർക്സിസത്തിനെ പറ്റിയും അതും ലിറ്ററേച്ചറും എങ്ങനെയാണ് വരുന്നത്, കമ്പൈൻഡ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 5 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ദാറ്റ് യൂണിറ്റ് 1 വി ഹാവ് മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ. Unit 2 society and history, Marxist view. Unit 3 representing and critiquing society, superstructures. Unit 4 commitment in literature. Unit 5 autonomy in literature. And Unit 6 we have literature and ideology. ഇനി നമ്മൾ ബ്ലോക്ക് 6 പോവുകയാണെങ്കിൽ നമുക്കുള്ളത് ഫെമിനിസ്റ്റ് തിയറീസ് ആണ്. അതായത് ഫെമിനിസം, അതിന്റെ ആസ്പെക്ട്സ്, അതിന്റെ റൈറ്റേഴ്സിനെ പറ്റിയാണ് നമ്മൾ ബ്ലോക്ക് 6 ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ യൂണിറ്റ് 1 വി ഹാവ് features of feminist criticism. Unit 2 Mary Wollstonecraft, a vindication of the rights of women. And Unit 3 Virginia Woolf, a room of one's own. ഇതൊക്കെ വളരെ ഫേമസ് വർക്ക്സ് ആണ് ഈ ഓതേഴ്സിന്റെ ഒക്കെ. And Unit 4 we have Simone de Beauvoir, The Second Sex. And Unit 5 Elaine Showalter, Feminist Criticism in the Wilderness. And Unit 6 Feminist Concerns in India Today. ഇതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി നമ്മൾ ബ്ലോക്ക് 7 പോവുകയാണെങ്കിൽ വി ഹാവ് ഡീകൺസ്ട്രക്ഷൻ. അപ്പൊ ഇതിലെ ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ്, റൂട്ട്സ്, ന്യൂ ക്രിറ്റിസിസം ആൻഡ് സ്ട്രക്ചറലിസം. ഇൻ യൂണിറ്റ് 2 വി ഹാവ് ബിഗിനിങ് ഡീകൺസ്ട്രക്ഷൻ. യൂണിറ്റ് 3 ഇംപ്ലിക്കേഷൻസ്. യൂണിറ്റ് 4 ഡീകൺസ്ട്രക്ടിങ് പോയട്രി. ആൻഡ് യൂണിറ്റ് 5 ഡീകൺസ്ട്രക്ടിങ് ഡ്രാമ. ആൻഡ് യൂണിറ്റ് 6 റീഅസസിങ് ഡീകൺസ്ട്രക്ഷൻ. അപ്പൊ ഇത് ഡീകൺസ്ട്രക്ഷൻ തിയറിയുമായിട്ടും അതുപോലെ ന്യൂ ക്രിറ്റിസിസം, സ്ട്രക്ചറലിസം, ഈ തിയറീസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഇനി ബ്ലോക്ക് 8 നോക്കുകയാണെങ്കിൽ വി ഹാവ് കണ്ടംപററി ലിറ്റററി തിയറി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കുറച്ചും കൂടി, അതായത് റീസെന്റ് അല്ലെങ്കിൽ കണ്ടംപററി ടൈമിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്ന ലിറ്റററി തിയറീസിനെ പറ്റിയാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ യൂണിറ്റ് 1 വി ഹാവ് സം ബേസിക് ഇഷ്യൂസ്. യൂണിറ്റ് 2 പോസ്റ്റ് മോഡേണിസം, ദ ബേസിക്സ്. യൂണിറ്റ് 3 സൈക്കോ അനാലിസിസ്, ഫ്രോയിഡ് ആൻഡ് ലക്കാൻ. യൂണിറ്റ് 4 post-colonial theory, Seth Spivak and Baba. So we have Edward Said and Gayatri Spivak and Homi K. Baba. ഇവരുടെ ഒക്കെ പോസ്റ്റ് കൊളോണിയൽ തിയറീസ് എന്തൊക്കെയാണ്, അവരുടെ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്
ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 5 ബിഗിനിങ്സ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് ആൻഡ് ന്യൂ ഹിസ്റ്റോറിസിസം ആൻഡ് യൂണിറ്റ് 6 ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എ സമ്മറി. ഓക്കെ, അപ്പോൾ മൊത്തം ഈ ഒരു ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് 8 ബ്ലോക്സ് ആണ് വരുന്നത്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ബ്ലോക്ക് 8 വി ഹാവ് എ സമ്മിങ് അപ്പ് ഓഫ് ദ ഹോൾ പേപ്പർ. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു പേപ്പറിന്റെ വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പേപ്പറിനെ നോക്കുകയാണെങ്കിൽ വി ഹാവ് MEG 01 ബ്രിട്ടീഷ് പോയട്രി. ഓക്കെ, ബ്രിട്ടീഷ് പോയട്രി ആണ് അടുത്ത പേപ്പർ. അപ്പൊ ഇതിൽ ബ്ലോക്ക് 1 വരുന്നത് എന്താണ്? ഓറിയന്റേഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് പോയട്രി ആൻഡ് മിഡീവൽ പോയറ്റ് ചോസർ. ഓക്കെ, അപ്പൊ ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് 7 യൂണിറ്റ്സ് വരുന്നുണ്ട്. And that is unit 1 from the evaluation of portraits towards the explication of poems. Unit 2 a prelude to the study of poetry. Unit 3 the age of Chaucer. Unit 4 Chaucer's poetry, a general survey. Unit 5 the general prologue to the Canterbury Tales. Unit 6 a study of the Nun's Prestige Tale 1. Unit 7 a study of the Nun's Prestige Tale 2. ഈ ഒരു ബ്ലോക്കിൽ മെയിൻലി നമ്മൾ ചോസറിനെ പറ്റി പഠിക്കാൻ പോകുന്നുണ്ട്, അതുപോലെ പോയട്രീനെ പറ്റി പഠിക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ഹിസ് വെരി ഫേമസ് വർക്ക് ദ കാൻറ്റർബറി ടേൽസ്, ആ ഒരു വർക്കിന്റെ പ്രൊലോഗ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങനത്തെ ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ബ്ലോക്ക് 2 വരുമ്പോൾ വി ഹാവ് അണ്ടർടേക്കിംഗ് എ സ്റ്റഡി ഓഫ് സ്പെൻസർ. അപ്പൊ നമ്മൾ സ്പെൻസറിനെ പറ്റിയാണ് ബ്ലോക്ക് 2 പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് യൂണിറ്റ്സ് വരുന്നത്? വി ഹാവ് ദ റിനൈസാൻസ്, എഡ്മണ്ട് സ്പെൻസർ, സ്പെൻസേഴ്സ് പോയട്രി ആൻഡ് സ്പെൻസേഴ്സ് പോയട്രി 2, അതായത് 1 and 2. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പെൻസറിനെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇൻ ബ്ലോക്ക് 3 വി ഹാവ് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഡോൺ ആൻഡ് ഹെർബർട്ട്. അപ്പൊ നമുക്കറിയാം മെറ്റാഫിസിക്കൽ പോയട്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ്? വി ഹാവ് പോയട്രി ആൻഡ് സൊസൈറ്റി ഇൻ ദ 17th century, പ്രീ റീസ്റ്റോറേഷൻ. പിന്നെ വി ഹാവ് ജോൺ ഡൺ, പോർട്രേറ്റ് ഓഫ് ദ മാൻ, ഹിസ് തീമാറ്റിക് ആൻഡ് ടെക്നിക്കൽ ഇന്നോവേഷൻസ്. Then we have John Donne, further explorations into poems of love and faith. Now we have George Herbert, a study of poems, and Andrew Marvell, a study of his poems. നമ്മൾ മെയിൻലി 3 പോയറ്റ്സിനെയാണ് നമ്മൾ പഠിക്കുന്നത്. വി ഹാവ് എഡ്മണ്ട് ഹെർബർട്ട്, ജോർജ് ഹെർബർട്ട്, ആൻഡ്രൂ മാവൽ ആൻഡ് ജോൺ ഡൺ. ഓക്കെ, ഈ 3 പോയറ്റ്സിന്റെ വർക്ക്സും അവരുടെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇൻ ബ്ലോക്ക് 4 വി ഹാവ് സ്റ്റഡിങ് മിൽട്ടൺ. ഓക്കെ, ജോൺ മിൽട്ടണിനെ in detail ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So we have the late Renaissance, Milton, the life, a survey of Milton's lesser poems and prose, on the morning of Christ's nativity and Lycidas, Lil Agro, Pensero and the sonnets. അപ്പൊ ഈ ഒരു വർക്ക്സ് ആണ് നമ്മൾ പിന്നെ മിൽട്ടന്റെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ മിൽട്ടന്റെ ലൈഫ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക്സ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് ഈ ഒരു ബ്ലോക്ക് 4. ഇനി നമ്മൾ ബ്ലോക്ക് 5 നോക്കുകയാണെങ്കിലോ വി ഹാവ് ദ ന്യൂ ക്ലാസിക്കൽ പോയറ്റ്സ് ഡ്രൈഡൻ ആൻഡ് പോം. ഓക്കെ, അപ്പൊ ഇതില് വി ഹാവ് ദ ഏജ് ഓഫ് ഡ്രൈഡൻ, ജോൺ ഡ്രൈഡൻ, മാക് ഫ്ലെക്നോ, പോപ്പ്, എ ബാക്ക്ഗ്രൗണ്ട് ടു ആൻ എപ്പിസിൽ ടു ഡോക്ടർ ആർബത്നോട്ട്, പോപ്പ്, ദ സ്റ്റഡി ഓഫ് ആൻ എപ്പിസിൽ ടു ഡോക്ടർ ആർബത്നോട്ട്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻലി പഠിക്കുന്നത് ജോൺ ഡ്രൈഡനെ പറ്റിയും അലക്സാണ്ടർ പോപ്പിനെ പറ്റിയുമാണ്. അവരുടെ വർക്ക്സും അങ്ങനത്തെ റിലേറ്റഡ് കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുക. ആൻഡ് ഇൻ ബ്ലോക്ക് 6 we have the romantic poets Blake, Wordsworth and Coleridge. Okay, so ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്? Introduction to romantic poetry, William Blake, Wordsworth, The Prelude, Book 1, a critical analysis, Coleridge, Kubla Khan and Rejection and Ode. Okay, അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ റൊമാൻറ്റിക് പോയറ്റ്സ് ആയിട്ടുള്ള വില്യം ബ്ലേക്ക്, അതുപോലെ വേർഡ്സ്വർത്ത് ആൻഡ് കോളറിഡ്ജ്. അപ്പൊ ഇവരുടെ വർക്ക്സും അതുപോലെ റൊമാൻറ്റിക് പോയട്രീനെ പറ്റിയും അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇനി ബ്ലോക്ക് 7 നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? വി ഹാവ് ദ സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക് പോയറ്റ്സ് ഷെല്ലി ആൻഡ് കീറ്റ്സ്. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് വേർഡ്സ്വർത്തും കോളറിഡ്ജും അങ്ങനത്തെ ഓതേഴ്സ് ഒക്കെ. ആൻഡ് സെക്കൻഡ് ജനറേഷൻ ആയിട്ട് നമുക്ക് പറയാം PV ഷെല്ലി, ജോൺ കീറ്റ്സ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? സോ വി ഹാവ് ദ പോയറ്റ് ഓഫ് വോൾക്കാനിക് ഹോപ്പ് PV ഷെല്ലി, എ സ്റ്റഡി ഓഫ് ദ ട്രയംഫ് ഓഫ് ലൈഫ്. പിന്നെ കീറ്റ്സ് ഹൈപ്പറിയൻ എ ഫ്രാഗ്മെന്റ് 1, കീറ്റ്സ് ഹൈപ്പറിയൻ എ ഫ്രാഗ്മെന്റ് 2, ദ റൊമാൻറ്റിക് ഏജ് എ റിവ്യൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതായത് PV ഷെല്ലി, കീറ്റ്സ് ഇവരുടെ ഒക്കെ മെയിൻ വർക്ക്സ്. ഇനി നമ്മൾ ബ്ലോക്ക് 8 നോക്കുകയാണെങ്കിൽ വി ഹാവ് ദ വിക്ടോറിയൻ പോയറ്റ്സ് ബ്രൗണിംഗ്, DG ആൻഡ് ക്രിസ്റ്റീന റൊസെറ്റി ആൻഡ് ഓസ്കർ വൈൽഡ്.
അപ്പോൾ ഈ ഒരു വിക്ടോറിയൻ പോയറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് യൂണിറ്റ്സ് വരുന്നത് നോക്കിയാലോ. വി ഹാവ് ദ വിക്ടോറിയൻ ഏജ് സെലക്ടഡ് സ്റ്റഡീസ്, Robert Browning Life and Aspirations, Robert Browning 2 early poems, 2 poems from Men and Women, The Pre-Raphaelite Brotherhood, Dante Gabriel Rossetti, Oscar Wilde, The Ballet of Reading Gaol. അപ്പോൾ ഈ ഒരു വർക്ക്സ് ഒക്കെയാണ് നമ്മൾ ബ്ലോക്ക് 8 പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ബ്ലോക്ക് 9 നോക്കിയാലോ. ഈ ഒരു പേപ്പർ കുറച്ച് ലെങ്തി ആണ്, ബട്ട് സ്റ്റിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന പേപ്പേഴ്സ് തന്നെയാണ്. So in block 9 we have the modernist poets. So ഇതിൽ എന്തൊക്കെയാണ് യൂണിറ്റ്സ് വരുന്നത് നോക്കിയാലോ. We have modern British poetry and introduction, W.B. Yeats background system and poetic career. പിന്നെ we have the later poetry of W.B. Yeats, T.S. Eliot, The Wasteland 1, 2, 3. അതിന്റെ 3 പാർട്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത്. ആൻഡ് ഇനി നമ്മൾ ബ്ലോക്ക് 10 നോക്കുകയാണെങ്കിൽ we have some modernist and post-modernist poets, Dylan Thomas, Philip Larkin and Sylvia Plath. Okay, അപ്പോൾ നമ്മൾ ഈ ഒരു പോയറ്റ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സോ ഈ ഒരു ബ്ലോക്കിൽ വരുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ we have Dylan Thomas, Philip Larkin and movement poetry, Sylvia Plath and confessional poetry. So now what is poetry? Once again a symposium, essays and evaluations. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് 10 പഠിക്കാൻ പോകുന്നത്. സോ അതായിരുന്നു ബ്രിട്ടീഷ് പോയട്രി എന്ന് പറഞ്ഞുള്ള പേപ്പർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് MEG 02 ബ്രിട്ടീഷ് ഡ്രാമ. ഈ ഒരു പേപ്പറിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ ഇൻ ബ്ലോക്ക് 1 വി ഹാവ് ക്രിസ്റ്റഫർ മാർലോവ്, ഡോക്ടർ ഫോസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ക്രിസ്റ്റഫർ മാർലോവിന്റെ വളരെ അമേസിംഗ് ആൻഡ് വെരി പോപ്പുലർ വർക്ക് ആണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്. അപ്പൊ അതിൽ 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആ യൂണിറ്റ്സിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് നോക്കാം. So in unit 1, we have Christopher Marlowe and the Elizabethan drama. Unit 2, the tragic drama of Dr. Faustus. Unit 3, irony and the tragic dilemma in Dr. Faustus. Unit 4, the Renaissance and Reformation in Dr. Faustus. Unit 5, dramatic poetry in Dr. Faustus. And Unit 6, the performance of Dr. Faustus. അപ്പോൾ ഇൻ ഡെപ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമ പഠിക്കും. ആൻഡ് ഇനി നമ്മൾ ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ we have A Midsummer Night's Dream by William Shakespeare. Okay, വില്യം ഷേക്സ്പിയറിന്റെ വളരെയധികം പിന്നെ ആൾക്കാർ വായിച്ചിട്ടുള്ളതും വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് A Midsummer Night's Dream എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ എന്തൊക്കെ യൂണിറ്റ്സ് ആണെന്ന് നോക്കാം. സോ ഇൻ യൂണിറ്റ് 1 we have background performance. Unit 2, romantic comedy and the language of the play. Unit 3, A Midsummer Night's Dream 1. Unit 4, A Midsummer Night's Dream 2. Unit 5, The Mechanicals. ഇനി നമ്മൾ ബ്ലോക്ക് 3 പോവാണെങ്കിൽ we have Hamlet by William Shakespeare. അപ്പോൾ ഇതും വളരെ പോപ്പുലർ ആണ്. ഈ ഒരു വർക്ക് കേൾക്കാത്ത ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻസും നമുക്ക് ആക്ച്വലി ഉണ്ടാവില്ല. സോ ഇറ്റ്സ് എ വെരി പോപ്പുലർ വർക്ക് ബൈ വില്യം ഷേക്സ്പിയർ. സോ ഇതിൽ നമുക്ക് 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിലെ ഫസ്റ്റ് യൂണിറ്റിൽ we have background. Unit 2, interpretations. Unit 3, language of literature. Unit 4, Hamlet, other dimensions. Unit 5, the world as stage, wider perspective. Unit 6, current critical approaches to Hamlet. Okay, and in block 4 we have Ben Jonson, The Alchemist. Okay, so we have Ben Jonson's work in the Alchemist ennu parnittulladu. So in unit 1 we have the dramatic career of Ben Jonson. Unit 2, Johnsonian comedy and The Alchemist. Unit 3, the structure of The Alchemist. Unit 4, The Alchemist in the theatre. And Unit 5, characterization and language. In number block 5 നോക്കുകയാണെങ്കിൽ we have the playboy of the western world. So ഇതിൽ നമുക്ക് 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. So in unit 1 we have background to the playboy. Unit 2, critical annotations to the playboy. Unit 3, close analysis of the playboy. And Unit 4, the playboy, a discussion. Unit 5, the continuation of the discussion. And in block 6, we have Bernard Shaw, the Pygmalion. Bernard Shaw's work ആണ് Pygmalion എന്ന് പറയുന്നത്. So ഇതിൽ നമുക്ക് 4 യൂണിറ്റ്സ് ആണ്. So in Unit 1, we have background of English drama from the Restoration period to Bernard Shaw. Unit 2, Pygmalion, themes and issues. And Unit 3, dramatic structure and mingling of genres. Unit 4, language and style.
ഇനി നമ്മൾ ബ്ലോക്ക് 7 നോക്കുകയാണെങ്കിൽ we have T.S. Eliot's Murder in the Cathedral. അപ്പൊ ഇതില് 5 യൂണിറ്റ്സ് ആണ്. In the first unit, we have T.S. Eliot's essays and other works related to the play. Unit 2, background, production and performance history. Unit 3, critical approaches to play 1. Unit 4, critical approaches to play part 2. And Unit 5, general comments and other reading. And in our block 8 നോക്കുകയാണെങ്കിൽ we have John Osborne, Look Back in Anger. Okay, ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. So we have Unit 1, background to the play. Unit 2, the characters. Unit 3, language and speech in Look Back in Anger. Unit 4, critical approaches in Look Back in Anger. Unit 5, anger and after the play's subsequent importance. And block 9, the last block, we have Samuel Beckett, Waiting for Godot. Again, another popular play. So we have Unit 1, Waiting for Godot, an avant-garde play. Unit 2, Godot, a critical analysis. Unit 3, Godot, a critical analysis 2. Unit 4, themes and issues. Unit 5, themes and issues, part 2. In the British novel നോക്കുകയാണെങ്കിൽ we have block 1, Henry Fielding, Tom Jones. So ഇതിൽ യൂണിറ്റ് 8 യൂണിറ്റ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് Some Aspects of Fiction. Unit 2, As We First Read Tom Jones. Unit 3, Important Thematic Areas in Tom Jones. Unit 4, Characters as Characteristics. Unit 5, Artistic Unity or Socio-Cultural Concerns. Unit 6, Feminist Concerns in Fielding. Unit 7, Some Critical Opinions on Tom Jones. Unit 8, Narration in Fiction and Third World Preferences. And block 2, we have Pride and Prejudice by Jane Austen. So Unit 1, the novel and its context. Unit 2, main themes in Pride and Prejudice, part 1 and part 2. Characters in the novel is Unit 4. In Unit 5, the narrative of Pride and Prejudice. Unit 6, critical perspectives. In block 3, നോക്കുകയാണെങ്കിൽ we have Emily Bront, Wuthering Heights. So in this block, we have 5 units. അതിൽ first unit ആണ് background to Wuthering Heights. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് the problem of narrative. Gift of God, Heathcliff. You Look Like a Lady Now, Significance of Catherine. Wuthering Heights, 150 years. In block 4 നോക്കുകയാണെങ്കിൽ we have Charles Dickens, Great Expectations. So ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് background, Great Expectations and self-improvement, improvement or disintegration, Great Expectations and the Fairy Tale, Crime and Respectability. In block 5 നോക്കുകയാണെങ്കിൽ we have Middlemarch by George Eliot. So ഇതിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? We have Approaching the Novel, Themes, Characters and Techniques, Philosophical Underpinnings, Eliot's Perspectives, the Finale. In block 6, we have The Heart of Darkness by Joseph Conrad. പിന്നെ we have ഇതിൽ വരുന്നതാണ് 5 യൂണിറ്റ്സ്. അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? We have His Story and History, Literary Analysis part 1 and 2, Race, Empire, Gender in Heart of Darkness, The Lengthening Shadow. In number block 7, നോക്കുകയാണെങ്കിൽ we have A Portrait of the Artist as a Young Man by James Joyce. And here we discuss context, genre, overall structure and point of view, Stephen's growth and personality, technique, critical perspectives, a brief selective overview. Block 8, we have Edward Morgan Foster's A Passage to India. So ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Passages to India, representations of India, approaches to the novel, history and a passage to India, race, class and gender in a passage to India, representations of India, religions in the novel, and Unit 6, passages from India. In our final block, British novel. So we have The Prime of Miss Jane Brodie by Muriel Spark. So we did discuss the English novel Modernism and After. Muriel Spark, her life, her works, and the text. Then we have Analyzing the Text, part 1 and 2. The English novel 1960s and After. Here we will discuss MEG 7, Indian English Literature. So here we have block 1, non-fictional prose. So in this block, we discuss non-fictional prose, a survey. Swami Vivekananda, Sir Aurobindo, and Ananda Kumaraswamy. And we have Gandhi, Jawaharlal Nehru, Nirad C. Chaudhary, Vikram Seth, and Amitav Ghosh. And we have in block 2, Untouchable by Mulkraj Anand. And in this block, we discuss a short history of the Indian English novel, life and work of Mulkraj Anand, Untouchable, title, theme, plot, and characterization,
The Picture of a Fragmented Nation in Anand's Untouchable, the Gandhian Influence and Style. In block 3, we have Raja Rao Kanthapura, and we discuss Raja Rao career and works, Kanthapura, background, themes, structure and technique, and the characters. And in block 4, we have Clear Light of Day by Anita Desai. So in this block, we discuss Anita Desai, life, works, and the language issue. Clear Light of Day, themes, techniques, time. Political dimension, major characters, music and minor characters, and Anita Desai's contribution to Indian English fiction. In block 5, we have Midnight's Children, and we discuss background, Midnight's Children, the de-doxified English, themes in Midnight's Children, techniques in Midnight's Children, characterization in Midnight's Children, and Midnight's Children as a literary event. And in block 6, we have the short story. So we discuss about the short story, R.K. Narayan, Arun Joshi and Manoj Das, Subhadra Sen Gupta and Raji Narasimhan, Shashi Deshpande and Geeta Hariharan, and Ruskin Bond. And then in block 7, we have poetry, and we discuss background to Indian English poetry, Henry Dorozio and Toru Dutt, Sri Aurobindo and Sarojini Naidu, Nissim Ezekiel and Kamala Das, A.K. Ramanujan, Arun Kolatkar and Jayanta Mahapatra, and we have R. Parthasarathi and K.K. N. Darwala. And in block 8, we have Mahesh Dattani Tara, and we have 4 units in this block, and we discuss an overview of Indian English drama, a preview of Dattani's dramatic world, reading Tara, appreciating Tara. ഇനി നമ്മുടെ നെക്സ്റ്റ് പേപ്പർ ആയിട്ടുള്ള MEG 10 ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ. ആൻഡ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എൻട്രി ഓഫ് ഇംഗ്ലീഷ്, എ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ, മെക്കോലെ, രാജാറാം മോഹൻ റോയ് ആൻഡ് ചാൾസ് ഇ ട്രെവലിയൻ, a view of post-independence debates, setting down of English as studies in media. And in block 2, we have beginnings of Indian English writing. And we have unit 1, the context of the earliest Indian English writings. Unit 2, Henry Louis Vivian Derozio and the early voice of identity. Unit 3, Michael Madhusudanan Dutt and the evolution of modernity. And unit 4, Toru Dutt, assertions of Indian life. In block 3, we have the beginnings of the Indian English novel, and we have 4 units. Unit 1, the context of Bankim. Unit 2, themes in Rajmohan's wife, and part 1 and part 2, marriage and transgression in Bankim's other novels. And in block 4, we have different Englishes, and we discuss evolution of English, nativization of English in post-independent India, functions of English, nativization of English discourse, syntax, morphology, phonology, intelligibility of Indian English globally, debate over native and non-native English, and space of English in multilingual India. And in block 5, we have problems of teaching and learning English literature. And we have 6 units, and we discuss problems of teaching and learning English literature, the march of TEL, that is teaching of English literature in India, the role and function of tele in the contemporary context, English teaching in India, the lie of the land, English in India, and publishing in India, and English studies. And in block 6, we have questioning the canon, and we have 6 units here, and we are going to discuss questioning the canon, ideology and assumptions of the canon, the rise of English and issues concerning the canon, possibilities of new agreements, exploring English criticism, theory and culture, the crisis in English studies, base text and context on the triumph of theory, the resistance to reading, and the question of material base. Block 7, we have evolutions of canons in Indian English writing, and we have 4 units here. And we are going to discuss canon making in the era of Gandhi, Nehru, socialism, Tagore, Premchand, Mulk Raj Anand and Rao, feminism, Indian English writers, and the Dalit canon. And in block 8, we are going to discuss decolonizing the mind. And we have 5 units here, which include Orientalism and after, literature and nationalism, decolonizing the mind, civilizational conflicts in literature, resisting colonization and decolonization. And now we have the paper MEG 14, Contemporary Indian Literature in English Translation. And in block 1, we have background studies.
and we are going to discuss the concept of Indian literature, the concept of Indian literature modern period, comparative studies in Indian literature, English translation of Indian literature. And in block 2, we have Samskara, UR Ananthamurthy, and we have 4 units here as well. And we're going to discuss the writer and his literary context, Samskara, the narrative, form and themes, characters, title, literary criticism, and contemporary relevance. In block 3, we are going to discuss Tamas, Bhisham, Sahini, and we have 5 units here. And in unit 1, we are going to discuss the writer and the partition, then getting to know the text, making sense of the narrative, characters and characterization, and overview. And in block 4, we have short story part 1. So we are going to discuss Mahashweta Devi Salt, Vaikom Muhammad Bashir birthday, Nirmala Verma birds, Ismat Chugtai Chinese granny, Gopinath Mohanty Tadba. In block 5, we have short story part 2, and we are going to discuss Indira Goswami, Mamoni Raisam Goswami, The Empty Chest, Motilal Jotwani, Very Lonely Sheep, Afsar Ahmed, Headmaster, Prawn, Chanachur, and unit 4, we are going to discuss Vijaydan Datta, The Compromise. And in block 6, we are going to discuss poetry. That is, we have 6 units, and we will include K.S. Nongkrin, Requiem Khasi, Haribhajan Singh, Tree and the Sage, Dinanath Nadim, The Moon, Kondepudi Nirmala, Mother Series, Ramakanta Rath, Sri Radha, Sitanshu Yashachandra, Orpheus. And block 7, we have Tughlaq, Girish Karnad, and we have 4 units here. And we include introducing contemporary Indian literature, introducing the author and the play, Tughlaq, structure, themes and motives, characters and critical comments on the play. And in block 8, we have non-fictional prose, and we discuss Amrit Rai, Premchand, his life and times, Bama, Faustina Mary, Fatima Rani, Karukku, Saadat Hassan Manto on Ismat, Uma Prasad Mukhopadhyay, Mani Mahesh. So, iniyulla section endanu vechalu namukku Megha ma'am discuss cheyan povunnathanu. So, over to you, Megha ma'am. Thank you, Aisha ma'am. അപ്പൊ എല്ലാവരും സിലബസ് ഡീകോഡിങ്ങിന്റെ ഒക്കെ ലെങ്തി ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടിരിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ അത്രയൊന്നും ഇല്ല സംഭവം പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് പഠിച്ചു വരുന്ന സമയത്ത് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റിയ പോർഷൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറെ ബ്ലോക്കും യൂണിറ്റ് ഒക്കെ ആയിട്ട് കാണുന്നുണ്ടെങ്കിലും പഠിച്ചു വരുമ്പോ അത്രയ്ക്കൊന്നും തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾ ആ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ അങ്ങ് പഠിച്ചു പോവാവുന്നതേ ഉള്ളൂ. സോ ഇനി നമുക്ക് നമ്മളുടെ പോർഷൻസ് എക്സാംസിന്റെ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊന്നാണ് നമ്മളുടെ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി അസൈൻമെന്റ്സിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ടോട്ടൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ വരുന്നത് 4 പേപ്പേഴ്സ് ആണ്. ഒരു കമ്പൽസറി പേപ്പറും പിന്നെ നമുക്ക് വരുന്നത് 3 നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂളിൽ വരുന്ന 3 പേപ്പേഴ്സ് ആണ്. ഇപ്പോ നമ്മുടെ കമ്പൽസറി പേപ്പർ ആയിട്ട് ഫസ്റ്റ് ഇയേഴ്സിന് വരുന്നത് ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന മൊഡ്യൂൾ എടുത്തിട്ടുള്ള ലേണേഴ്സിനാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് നോവൽ, ബ്രിട്ടീഷ് ഡ്രാമ, ബ്രിട്ടീഷ് പോയട്രി എന്ന് പറയുന്ന ആ ഒരു 3 പേപ്പർ ആയിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് ഇനിയിപ്പോ നിങ്ങൾ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന പേപ്പർ ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ അണ്ടറിൽ വരുന്ന 3 പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന്റെ കൂടെ പഠിക്കാനുണ്ടാവുക. അപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ള ഓപ്ഷണൽ മൊഡ്യൂൾ ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമും അസൈൻമെന്റ്സും വരുന്നത്. സോ ടോട്ടൽ നമുക്ക് 4 അസൈൻമെന്റ്സ് ആണ് വെക്കാനുള്ളത്. നമുക്ക് 4 പേപ്പേഴ്സ് ആണുള്ളത്, ഒരു കമ്പൽസറി പിന്നെ ഓപ്ഷണൽ മൊഡ്യൂളിന്റെ അണ്ടറിൽ വരുന്ന 3 പേപ്പേഴ്സ്. അപ്പൊ നമുക്ക് ടോട്ടൽ 4 അസൈൻമെന്റ്സ് ആണ് വെക്കാനുണ്ടാവുക. ആൻഡ് ഈ 4 അസൈൻമെന്റ്സും നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പെക്റ്റീവ് സ്റ്റഡി സെന്റേഴ്സിലാണ് കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ നമ്മളിപ്പോ Jan 25 ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെപ്റ്റംബർ ലാസ്റ്റിലേക്കായിരിക്കും അസൈൻമെന്റ് സബ്മിഷൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിന്റെ ഡേറ്റ് പ്രകാരം വരുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റഡി സെന്റേഴ്സ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊണ്ടുവയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു സെപ്റ്റംബർ മിഡ് അല്ലെങ്കിൽ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റഡി സെന്ററിനെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഫൈനൽ ഡേറ്റ് എന്നാന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കൊണ്ടുവച്ചാൽ മതി. പക്ഷെ നിങ്ങൾ എപ്പോഴും സെപ്റ്റംബർ അവസാനം ആകുമ്പോഴത്തേക്കും അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്ത് തന്നെ റെഡിയായി നിൽക്കുക. എപ്പോ വേണമെങ്കിലും കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ. ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ നിങ്ങൾക്ക്.
20 മാർക്സിന്റെ എസ്സേസ് ആയിരിക്കും നിങ്ങളുടെ പ്രോപ്പർ നമ്മൾക്ക് എക്സാമിന് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ആ സെയിം പാറ്റേണിലായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. സോ നിങ്ങൾ അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് എസ്സേ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എഴുതേണ്ടി വരും. അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ഫോമിലാണ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ടൈപ്പ് ചെയ്യോ പ്രിന്റ് ചെയ്യോ അങ്ങനെയൊന്നും അല്ല വേണ്ടത്. നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ഫോമിലായിരിക്കും. ആൻഡ് നിങ്ങൾ അസൈൻമെന്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ആ ഒരു അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആകുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും എന്തൊക്കെയാണ് നിങ്ങൾ അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്. അതുപോലെ തന്നെ അസൈൻമെന്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ എന്തായാലും എടുത്തു വെക്കാം. ഇൻ കേസ് ഇനിയിപ്പോ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് നിങ്ങൾക്ക് അത് ഒന്നും കൂടിയും അവിടെ കാണിക്കണം അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. സ്റ്റിൽ നിങ്ങൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എപ്പോഴും കയ്യിൽ കരുതി വെക്കുക. നിങ്ങൾ എഴുതിയിട്ടുള്ള അസൈൻമെന്റ്സ് ഒന്ന് പ്രിന്റ് എടുത്ത് വെക്കുക നിങ്ങളുടെ കയ്യിലായിട്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ റെസ്പെക്റ്റീവ് സ്റ്റഡി സെന്റേഴ്സിലായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് കൊണ്ടുവെക്കേണ്ടി വരിക. സബ്മിഷൻ ഡേറ്റിന് തൊട്ട് മുന്നേ തന്നെ കൊണ്ടുവെക്കണം. ലാസ്റ്റ് ഡേറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ അസൈൻമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ 2 അസൈൻമെന്റ്സ് വെച്ചിട്ടുള്ളെങ്കിൽ ആ 2 എക്സാം മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ട് പിന്നെ അസൈൻമെന്റ് കൊണ്ടുവെക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ ആദ്യം നിർബന്ധമായിട്ടും അസൈൻമെന്റ്സ് കൊണ്ടുവെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 100-ലായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ആൻഡ് ഔട്ട് ഓഫ് 100-ൽ നിങ്ങൾക്ക് മിനിമം 40% മാർക്ക് വേണം. നിങ്ങൾ തിയറി പേപ്പറിൽ പാസ്സായി പക്ഷെ അസൈൻമെന്റിൽ നിങ്ങൾ ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് അല്ല എന്നുള്ള പോലെയായിരിക്കും അവിടെ കാണിക്കുക. ആൻഡ് മിനിമം 40 മാർക്സ് നിങ്ങൾക്ക് ഔട്ട് ഓഫ് 100-ൽ വേണം. നിങ്ങൾ 100 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അസൈൻമെന്റിന് എഴുതുന്നുണ്ടാവുക. അതിൽ 40 മാർക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇനി വരുന്നത് നമ്മളെ ടേം ആൻഡ് എക്സാമിനേഷൻ. സോ നമ്മളെ ജാൻ ബാച്ചിന്റെ ഇപ്പൊ നിങ്ങൾ ജാൻ 2025 വരുന്ന ബാച്ച് ആണ്. അപ്പൊ നിങ്ങളുടെ എക്സാം വരുന്നത് ഡിസംബറിലായിരിക്കും. നിങ്ങൾക്ക് ഡിസംബർ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് നിങ്ങളുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇപ്പൊ നിങ്ങൾ ജൂലൈ ബാച്ചിലൊരു ലേണർ ആണെങ്കിൽ ജൂണിലും ആയിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മളിപ്പോ ജാൻ ബാച്ചുകാരായതുകൊണ്ട് തന്നെ നമുക്ക് ഡിസംബറിലായിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് തിയറി പേപ്പർ മാത്രമായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇംഗ്ലീഷുകാർക്ക് പ്രാക്ടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് അധികം കൺസേൺഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നന്നായി എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്ക് ടോട്ടൽ പാസ് മാർക്ക് വേണ്ടത് 40% ആണ്. അതായത് ഔട്ട് ഓഫ് 100-ൽ നിങ്ങൾക്ക് 40 മാർക്സ് ആണ് ഓരോ പേപ്പറിലും നിങ്ങൾക്ക് പാസ് മാർക്ക് ആയിട്ട് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ അസൈൻമെന്റിന് പാസ്സായി പക്ഷെ നിങ്ങളുടെ തിയറി പേപ്പറിൽ ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫൈനൽ ഗ്രേഡ് കാർഡ് എടുത്ത് നോക്കുന്ന സമയത്ത് നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും സൈഡിൽ കാണിക്കുക. അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ്സും അതുപോലെ തന്നെ തിയറി പേപ്പറും ഒക്കെ ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. ആൻഡ് നിങ്ങളെ ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ എക്സാം എഴുതുന്നുണ്ടാവുക 100 മാർക്സിനായിരിക്കും. അസൈൻമെന്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക 100 മാർക്സിന്റെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് അതായത് ഗ്രേഡ് കാർഡ് വരുന്ന സമയത്ത് നിങ്ങളെ ടോട്ടൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതിൽ നിങ്ങൾ അസൈൻമെന്റിന്റെ 30% മാർക്ക് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷൻ അതായത് തിയറി പേപ്പറിൽ നിന്നും 70% ആയിരിക്കും അതിന് ടോട്ടൽ മാർക്സ് എടുക്കുക. അങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ 100 മാർക്സിൽ ഫൈനൽ മാർക്ക് കാർഡ് വരുന്നത്. അപ്പൊ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും ഇപ്പൊ 100-100-ൽ എഴുതിയാലും ഫൈനലിലേക്ക് വരുന്ന സമയത്ത് അസൈൻമെന്റിന് 30%ഉം അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിന് 70%ഉം ആയിരിക്കും എടുക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ അക്കാഡമിക് ടൈം ടേബിൾ നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് ഒക്കെ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസം ഇത്ര ക്ലാസ്സസ് എന്നുള്ള രീതിയിൽ കാണാനുണ്ടാവും. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ റിവിഷൻ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമുക്ക് നമ്മുടെ ടൈം ടേബിൾ നോക്കാം. അതെ, സ്ക്രീൻ വിസിബിൾ ആണ്, ഫുൾ സ്ക്രീൻ. നിങ്ങൾക്ക് ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് ക്ലാസ്സസ് കണ്ടു തുടങ്ങേണ്ടത് 3rd February 2025 മൺഡേ തൊട്ടിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങേണ്ടത്. സോ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും അതിനകത്ത് നിങ്ങളുടെ പേപ്പർ നെയിമും പേപ്പർ കോഡും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് നോവൽ MEG 03 എന്നുള്ള ഒരു പേപ്പറിലായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് നിങ്ങൾക്ക് Day 1 അതായത് എന്ന് പറയുന്നത് ലെസൺ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ബ്ലോക്ക് 1-ലെ ലെസൺ 1 ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ കാണേണ്ടി വരാം. ആൻഡ് സെക്കൻഡ് ഡേയിലേക്ക് വരുന്ന സമയത്ത് ആ സെയിം പേപ്പറിന്റെ തന്നെ ലെസൺ 2ഉം അതുപോലെ തന്നെ ലെസൺ 3ഉം ആയിരിക്കും കാണേണ്ടി വരിക. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറിലായിരിക്കും ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യും, പിന്നെ സെക്കൻഡ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോകുന്നുണ്ടാവുക. ആൻഡ് ഒരു പേപ്പർ സ്റ്റാർട്ട് ചെയ്താൽ ആ പേപ്പർ കംപ്ലീറ്റ്ലി നമ്മൾ കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് പേപ്പർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക.
ആൻഡ് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഒരു 8th of February വരുന്ന സമയത്ത് അവിടെ റിവിഷൻ ടൈം അല്ലെങ്കിൽ ലൈവ് സെഷൻസ് ഓർ സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ ആ ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഇവിടുത്തെ ലൈവ് സെഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അതായത് ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് അതിന്റെ ലൈവ് റിവിഷൻ സെഷൻ വരുന്നത്. സോ ഈ ലൈവ് റിവിഷൻ സെഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഇന്ത്യൻ ടൈം 7-നും 8:30-ക്കും ഉള്ളിലായിരിക്കും നിങ്ങളുടെ ആ ഒരു റിവിഷൻ ടൈം വരിക. അത് ചിലപ്പോൾ 7 o'clock സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോൾ ഒരു 7:30 ആയിരിക്കും, ചിലപ്പോൾ 8 o'clock ചിലപ്പോൾ ഒരു 8:30 ആയിരിക്കും. സോ അത് സ്റ്റാർട്ട് ചെയ്ത എങ്ങനെയാണെങ്കിലും ഒരു 1 hour നിങ്ങൾക്ക് ആ ഒരു റിവിഷൻ സെഷൻ ഉണ്ടാവും. ശ്രദ്ധിക്കാൻ, നമുക്ക് ആപ്പിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാവും. ഇത് ജസ്റ്റ് റിവിഷൻ സെഷൻ ആയിരിക്കും. സോ ആ ഒരു ബ്ലോക്ക് മൊത്തത്തിൽ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ടായിരിക്കും തരിക. ആൻഡ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ലൈവ് റിവിഷൻ സെഷന്റെ ടൈമിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓരോ ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ലൈവ് റിവിഷൻ സെഷൻസും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു നെക്സ്റ്റ് മന്ത് ഫുള്ളും നിങ്ങൾക്ക് ആ ഒരു ബ്രിട്ടീഷ് നോവൽ എന്ന് പറയുന്ന പേപ്പറിന്റെ ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് ബ്രിട്ടീഷ് നോവൽ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രിട്ടീഷ് പോയട്രിയുടെ ക്ലാസ് ആയിരിക്കും പിന്നെ വരുന്നത്. ഓക്കെ, സോ ഒരു 21st of March നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബ്രിട്ടീഷ് പോയട്രിന്റെ ക്ലാസ്സസ് തുടങ്ങും. സോ ബ്രിട്ടീഷ് പോയട്രിയുടെ ക്ലാസ്സസ് തുടങ്ങിയാലും ഇതുപോലെ തന്നെ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ ലൈവ് റിവിഷൻ സെഷൻ വരുന്നത്. ആൻഡ് ഇതിനകത്തുള്ള ടൈം ടേബിളിലുള്ള അതേപോലെ തന്നെ റിവിഷൻ ചിലപ്പോൾ അതേ സെയിം ഡേ തന്നെ ഉണ്ടാവണം എന്നില്ല, ചിലപ്പോൾ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെന്ന് വരാം. ആൻഡ് നിങ്ങൾക്ക് റിവിഷൻ ഉള്ളത് നിങ്ങൾക്ക് തലേ ദിവസം തന്നെ അറിയിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ഡേ റിവിഷൻ ഉണ്ടെങ്കിൽ. ആൻഡ് അന്ന് മോർണിംഗ് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ടൈം എപ്പോഴാണ് റിവിഷന്റെ വരുന്നത് എന്നും പറയുന്നതായിരിക്കും. സോ നിങ്ങൾ ആ ടൈം ആവുമ്പോൾ ക്ലാസ്സിന് ലോഗിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് സൂമിലായിരിക്കും ക്ലാസ് നടക്കുക. അപ്പൊ മോർണിംഗ് തന്നെ ലിങ്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴായിരിക്കും ഫ്രീ ആവേണ്ടതെന്നുള്ളത് ഏതാണ്ട് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഇനിയിപ്പോ നിങ്ങൾക്ക് ആ ഒരു ലൈവ് റിവിഷൻ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ആപ്പിനകത്തും ക്ലാസ്സസ് വരുന്നതാണ്. പക്ഷെ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പൊ ക്ലിയർ ചെയ്യാൻ പറ്റില്ല, ഫാക്കൾട്ടീന്റെ അടുത്ത് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ പിന്നെ മെന്റേഴ്സിന്റെ അടുത്തും ചോദിക്കാം. എന്നാലും നിങ്ങൾ മാക്സിമം ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് നിങ്ങൾക്ക് മെയ് വരെ ആയിരിക്കും ആ ഒരു പേപ്പേഴ്സിന്റെ ക്ലാസ്. അതായത് ഇപ്പൊ നമ്മള് ബ്രിട്ടീഷ് നോവലും ബ്രിട്ടീഷ് പോയട്രിയുടെയും 2 പേപ്പറിന്റെയും കൂടി നിങ്ങൾക്ക് ഒരു മെയ് വരെ ആയിരിക്കും അതിന്റെ ക്ലാസ്സസ് പോവുക. ഒരു ടോട്ടൽ നിങ്ങൾക്ക് ഒരു 10th of May വരെ ആയിരിക്കും നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 1 month എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു 2 പേപ്പറിന്റെയും അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് എഴുതാനുള്ള അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഗൈഡ് ബുക്കും വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ 2 പേപ്പറിന്റെയും ആൻസേഴ്സ് അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ആയിരിക്കും. നിങ്ങൾക്ക് ഒരു 1 month ഒരു ഗ്യാപ്പ് തരും. ആ സമയത്ത് നിങ്ങൾ അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യുക. കഴിഞ്ഞിട്ടുള്ള പോർഷൻസിന്റെ റിവിഷൻസ് ഒന്നും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ആപ്പിനകത്ത് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതൊക്കെ കയറിയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു സെൽഫ് സ്റ്റഡി ഓർ അസൈൻമെന്റ് റൈറ്റിംഗ് ടൈം ആയിരിക്കും ആ ഒരു 1 month എന്ന് പറയുന്നത്. സോ ആ ടൈമിൽ നിങ്ങൾക്ക് ഇനിയിപ്പോ പോർഷൻസ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ട്, നിങ്ങൾക്ക് ഈ 2 months കൊണ്ട് നമ്മൾ തീർത്തിട്ടുള്ള പേപ്പേഴ്സ് അറിയാം, കുറച്ച് അത്യാവശ്യം പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനുണ്ടാവും. അപ്പൊ ആ പോർഷൻസിന് എന്തെങ്കിലും പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനും കൂടി ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു 1 month ഒരു വെക്കേഷൻ പോലെ തരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ആ ടൈം കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അസൈൻമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും പിന്നെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ടൈം ടേബിൾ വരുന്നത്. അതിനകത്തായിരിക്കും നിങ്ങളുടെ ക്രിറ്റിസിസത്തിന്റെയും അതുപോലെ തന്നെ ഡ്രാമയുടെയും പേപ്പർ വരുന്നുണ്ടാവുക. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഈ 2 പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് കംപ്ലീറ്റ് കണ്ടു തീർത്തിട്ട് അസൈൻമെന്റ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രോപ്പർ റിവിഷൻ കണ്ടക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കാൻ. സോ ഇതാണ് നിങ്ങളുടെ ടൈം ടേബിൾ വരുന്നത്. സോ ഈ ഒരു സെഷൻ കഴിയുന്ന സമയത്ത് നിങ്ങളെ മെന്റേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ അയച്ചു തുടങ്ങും. അപ്പോൾ നിങ്ങൾ 3rd February തൊട്ടിട്ട് തന്നെ ക്ലാസ്സസ് കാണാൻ സ്റ്റാർട്ട് ചെയ്യുക. കറക്റ്റ് മാക്സിമം അതിനകത്തുള്ള കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങൾ ക്ലാസ്സസ് കണ്ടുപോവുക കേട്ടോ. നമ്മളെ ടൈം ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ ബാച്ചിന്റെ ടൈം ടേബിൾ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷന്റെ അവസാനം ചോദിക്കാം. സോ നെക്സ്റ്റ് ഇനി നമ്മൾ നമ്മുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കോ ലേണിംഗ് റിസോഴ്സസ് ആണ് ഇവിടെ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ അറിയാം, നമുക്ക് ആപ്പിനകത്ത് എല്ലാ പേപ്പേഴ്സിന്റെയും നിങ്ങൾ എടുത്തിട്ടുള്ള എല്ലാ പേപ്പേഴ്സിന്റെയും റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്.
ആൻഡ് അതുപോലെ തന്നെ നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവ് വീഡിയോ ക്ലാസ്സസും ഉണ്ടാവും. നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ക്ലാസ്സസ് കേൾക്കാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമുക്കുണ്ട്. അതായത് വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഷോർട്ട് നോട്ട്സ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ലെങ്തി ആയിട്ട് വരുന്ന SLM ഒക്കെ നമുക്കൊന്ന് ഷോർട്ട് ആക്കിയിട്ട് വാല്യൂ ആഡഡ് ഷോർട്ട് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിനകത്ത് കിട്ടുന്നതാണ്. പക്ഷേ നിങ്ങൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് എക്സാമിന് ഇപ്പൊ 20 മാർക്സിന്റെ ഒക്കെ എസ്സേസ് ആയിരിക്കും നിങ്ങൾക്ക് എഴുതേണ്ട വരാം. അപ്പൊ നിങ്ങൾ ഈ ഷോർട്ട് നോട്ട്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് അത്ര 20 മാർക്സിനൊക്കെ എഴുതാനുള്ള അത്ര കോണ്ടന്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ മാക്സിമം നിങ്ങൾ SLM വായിക്കാം. SLM വായിച്ചിട്ട് ആ ഒരു ഫൈനൽ ആ ഒരു മിനിറ്റ് പ്രിപ്പറേഷന് മാത്രം നിങ്ങൾ വാല്യൂ ആഡഡ് നോട്ട്സ് ഡിപ്പെൻഡ് ചെയ്യുക. അല്ലാതെ അത് മാത്രം വായിച്ചിട്ട് പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു 20 മാർക്സിന്റെ എസ് എഴുതാൻ പറ്റൊന്നുമില്ല. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾ SLM വായിക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം എക്സ്ട്രാ റെഫറൻസിന് വാല്യൂ ആഡഡ് നോട്ട്സും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ തരുന്നതാണ് നിങ്ങൾക്ക് എക്സാം PD, അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ട് നിങ്ങളെ ഭയങ്കര ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു എക്സാം PDയിൽ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ്സിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് ഗൈഡ് ബുക്സ് ഉണ്ടാവും. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് റെഫർ ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതാവുന്നതാണ്. ഒരു പ്രോപ്പർ ആൻസർ ആയിട്ടായിരിക്കും ഗൈഡ് ബുക്കിനകത്ത് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടാവുക. മാക്സിമം അത് അതുപോലെ നോക്കി എഴുതാൻ പാടില്ല. അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ എക്സ്ട്രാ ഇപ്പൊ നെറ്റിൽ നിന്ന് റെഫർ ചെയ്യുക അല്ലെങ്കിൽ വേറെ ബുക്സ് വായിച്ചിട്ടൊക്കെ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ എഴുതുക. ആ ഗൈഡ് ബുക്ക് അതുപോലെ നോക്കി എഴുതാതെ വെക്കുക. കാരണം എല്ലാവരും അതുപോലെ നോക്കി എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ റിസർച്ച് നടത്തുക. എന്തൊക്കെയാണ് ആ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു ഗൈഡ് ബുക്ക് നോക്കുന്ന സമയത്ത് കിട്ടും. സോ നിങ്ങൾ അതൊന്നും ഇലാബറേറ്റ് ചെയ്ത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ ആൻസർ അറ്റ്ലീസ്റ്റ് ഒന്ന് പാരഫ്രൈസ് ചെയ്തിട്ടെങ്കിലും എഴുതാൻ ശ്രമിക്കുക. അതുപോലെ നോക്കി എഴുതാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മളെ ബാക്കി തരുന്ന സപ്പോർട്ടാണ് ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. നിങ്ങൾക്ക് ഇത് നിങ്ങളെ എക്സാമിന് അടുപ്പിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് തരിക. അതായത് നമ്മളിപ്പോ കഴിഞ്ഞു പോയിട്ടുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കിയിട്ട് പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ബ്ലോക്ക് ഏതാണ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എക്സാം അടുപ്പിച്ചിട്ട് നിങ്ങളുടെ മെന്റേഴ്സ് ഒക്കെ ഷെയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ അത് നോക്കി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പകുതി പണി കുറഞ്ഞു കിട്ടും. നിങ്ങൾ കൂടുതലുമായിട്ടും ഒരു എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങളെ ഹെൽപ്ഫുൾ ആകും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇഗ്നോന്റെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല എങ്ങനെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടൈമിനുള്ളിൽ ആൻസേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. സോ നമ്മുടെ ഇവിടെ ലേൺ വൈസ് നിങ്ങൾക്ക് അതിന്റെ ഒരു മോഡൽ എക്സാം നിങ്ങളുടെ മെയിൻ എക്സാമിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു മോഡൽ എക്സാം ഇവിടെ കണ്ടക്ട് ചെയ്യും. സോ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക്, നിങ്ങൾക്ക് എക്സാമിന്റെ ടൈം എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ രജിസ്ട്രേഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവരെ കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ നമ്മൾ തരുന്ന ഒരു എന്താ പറയാ ഒരു ബെനിഫിറ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ അറിയാം ലാംഗ്വേജ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അല്ലെ. സോ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും, അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാംഗ്വേജിലുള്ള സ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. സോ അതിന്റെ ഡെയിലി ആക്ടിവിറ്റീസും അതുപോലെ തന്നെ വീക്ക്ലി ഒരു ലൈവ് സെഷനും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. സോ അത് നിർബന്ധമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ്, പ്രത്യേകിച്ച് നമ്മളെ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ ഇവിടെ കുറെ കോ കരിക്കുലർ ഇവന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സും നമ്മൾ ഇവിടെ കുറെ കൊണ്ടുവരുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ നിങ്ങളുടെ ആ ഒരു PG എന്നുള്ള ആ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. സോ നമ്മളെ ഒരു ലേൺ വൈസ് നമ്മൾ തരുന്ന എല്ലാ റിസോഴ്സസും മാക്സിമം യൂസ് ചെയ്തിട്ട് നമ്മൾ ആയിട്ട് ആ ഒരു ക്ലോസ് ആയിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു കോട്ട് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. The illiterate of the 21st century are not those who cannot read and write, but those who cannot learn, unlearn and relearn. ആൽവിൻ ടോഫ്ലറിന്റെ
ഒരു കോട്ടാണിത്. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നിട്ടുള്ള ഒരു കോട്ടാണത്. സോ ഇത്രയാണ് നമ്മൾ ആ ഒരു സെഷൻ 3 വരുന്നത്. നിങ്ങൾക്ക് മെയിൻലി നമ്മളൊരു സിലബസ് ഡിക്കോഡിങ്, അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ടൈം ടേബിൾ ലോഞ്ചിങ്, അതുപോലെ നമ്മളുടെ ലേൺ വൈസിലെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തരുന്ന റിസോഴ്സസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് സെഷൻ നമ്മൾ എല്ലാവരും ഒന്ന് കണ്ടു, മീറ്റ് ചെയ്തു, നമ്മൾ ഒന്ന് ഒരു ഗെയിംസ് ഒക്കെ കളിച്ചു, ആ ഒരു റാപ്പ് ബിൽഡ് ചെയ്തു. സെക്കൻഡ് സെഷനിലേക്ക് വന്ന സമയത്ത് നമ്മൾ ഇഗ്നോനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു. നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടാവും, പ്രത്യേകിച്ച് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആവുന്ന സമയത്ത് എന്തായാലും ബാക്കി യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അതിൻ്റെതായ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് ആ ഇന്നത്തെ ഒരു സെഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് കുറെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇന്ന് നിങ്ങളുടെ ഒരു സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുണ്ടായിരുന്ന ഒരു സെഷൻ ആയിരുന്നു സിലബസ് ഡീകോഡിങ്ങിന്റെ. ഇനി നാളെ വരാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്ന ഒരു സെഷൻ ആണ്. സോ ഈ സെഷനിൽ മെയിൻലി നിങ്ങൾക്ക് നമ്മളുടെ ലേൺ വൈസിലുള്ള, അതായത് ഇപ്പൊ നിങ്ങൾ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നമുക്കറിയാം. നമ്മളൊരു ഓൺലൈൻ ആയിട്ട് പഠിക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവും. എല്ലാവരും ടെക്നിക്കലി അത്ര അങ്ങോട്ടേക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് നമ്മുടെ ആപ്പ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഈ ഒരു സെഷൻ 4 വരുന്നത്. സോ നിങ്ങൾ അത് മാക്സിമം അറ്റൻഡ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ടീച്ചറെ, ഈ അസൈൻമെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, മെയില് ആ ഒരു ടൈമിലായിരിക്കും എന്ന്. ശരിക്കും അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ഒരു എന്താ പറയാ, ഒരു മോഡൽ ആൻസർ ബുക്ക് പോലൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എന്നത്തേക്കായിരിക്കും അവൈലബിൾ ആവുക? അതിന് മുന്നേ അവൈലബിൾ ആവുമോ? നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് സെപ്റ്റംബർ അവസാനമാണ്. അപ്പൊ നിങ്ങളുടെ ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെയായിട്ട് റിലീസ് ചെയ്തിട്ടില്ല. ജാൻ 2025 ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്തിട്ടില്ല. അത് റിലീസ് ചെയ്താലാണ് അതിന്റെ ഗൈഡ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ആപ്പിൽ പബ്ലിഷ് ചെയ്യാം. ഓക്കെ. കാരണം ഞാൻ എനിക്കിവിടെ മാർച്ചിലാണ് കുറച്ച് ഫ്രീ ടൈം കിട്ടുക. വെക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, ആ സമയത്ത് കുട്ടികളില്ല, ടീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ സ്കൂളിൽ. ആകുമ്പോഴത്തേക്കൊക്കെ അപ്പൊ അത് കുറച്ച് പബ്ലിഷ് ആവും ട്ടോ. ആ അതുപോലെ നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ എന്നുള്ളത് ചിലപ്പോൾ ഓഗസ്റ്റിൽ ആണ് നമുക്ക് പറ്റുന്നതെങ്കിൽ അങ്ങനെ ഓഗസ്റ്റിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഓ, അത് ആക്ച്വലി നിങ്ങളെ സ്റ്റഡി സെന്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ചില സ്റ്റഡി ഓക്കെ. സെന്റേഴ്സ് നേരത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ സബ്മിറ്റ് ചെയ്യാം. ചില സ്റ്റഡി സെന്റേഴ്സ് കറക്റ്റ് ഡേറ്റിനെ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും. എവിടെയാ അല്ല, സ്റ്റഡി ഞാൻ സെന്റർ? ഓഗസ്റ്റിലായിരിക്കും നാട്ടില്, ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിലായിരിക്കും നാട്ടിൽ പോകുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, നമ്മള് വേറെ ആരുടെങ്കിലും കൈ കൊടുത്തു വിട്ടാൽ എന്താ, ഐഡി കാർഡോ അങ്ങനെ എന്തെങ്കിലും പ്രൂഫ് കൊടുക്കണോ? സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊന്ന് ആദ്യം സ്റ്റഡി സെന്ററിൽ ഒന്ന് കണക്ട് ചെയ്ത് ചോദിച്ചിട്ട് അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോ ഇതിന് പുറത്തുള്ള ചില സ്റ്റഡി സെന്റേഴ്സിലൊന്നും അവരങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ ഏത് സ്റ്റഡി ഞാനിവിടെ കൊല്ലത്ത് SN കോളേജിൽ ഉള്ള ഒരു സ്റ്റഡി സെന്റർ ഇല്ലേ, അതാണ്. അവരെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ചോദിച്ചിട്ട് എപ്പോഴാ കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ മതി. നമ്മൾ അങ്ങനെ സ്റ്റുഡൻസ് പോകണം നിർബന്ധമില്ല. നമ്മുടെ ID കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ വേറെ ഒരാൾക്ക് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പൊതുവെ അങ്ങനെ അവർ സമ്മതിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആക്ഷൻ ടാസ്കിലേക്ക് പോയാൽ. ടീച്ചർ, ഒരു കാര്യം കൂടെ, ഈ അസൈൻമെന്റിന്റെ പോലെ ഏതെങ്കിലും ഒരു ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും കിട്ടുമോ? മീൻസ് ആൻസേഴ്സ് ഉള്ളത് ഒരെണ്ണമെങ്കിലും, ഒരു ഫോമാറ്റ് പോലെ എന്തെങ്കിലും. സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുണ്ടാവില്ല. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അങ്ങനെ കിട്ടും കേട്ടോ. സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടി, പക്ഷെ ഒരു സോൾഡ് ക്വസ്റ്റ്യൻ മീൻസ് നമുക്കിപ്പോ ഇതിൽ തന്നേക്കുന്ന ടീച്ചർ പറഞ്ഞ പോലെ വാല്യൂ ആഡഡ് നോട്ട്സ് ഷോർട്ട് ഫോംസിലല്ലേ തന്നേക്കുന്നത്. ഇപ്പോ അതിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ 20 ആ ഒരു റേഞ്ചിലാണ് മാർക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഒരെണ്ണമെങ്കിലും എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുമായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അതെന്തായാലും എക്സാമിൽ അടുപ്പിച്ചിട്ട് നമുക്ക് പിന്നെ നിങ്ങൾക്ക് റിവിഷന്റെ ടൈം ആ ക്ലാസ് എടുക്കുന്ന ഫാക്കൾട്ടിന്റെ അടുത്തും ചോദിക്കാം എങ്ങനെയാണ് ആൻസർ അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ അവർ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരും. ഓക്കെ, ചോദിച്ചു. നമ്മളുടെ ID കാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ റീജിയണൽ സെന്ററിൽ കൊണ്ടുപോയിട്ട് സൈൻ ചെയ്യിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ജസ്റ്റ് അത് നമ്മൾ ഇത് പ്രിന്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്താൽ പോരെ? ID കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ. പിന്നെ എക്സാമിന്റെ ടൈമും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ കൊണ്ടുപോയാൽ മതി. അത് അവിടെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇല്ല.
നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ മെയിലൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സിന്റെ ഇൻഡക്ഷൻ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും അവിടെ പോയി അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളെ സ്റ്റഡി സെന്ററിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും അസൈൻമെന്റ് സ്പെസിഫിക് ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതുപോലെ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഈ ഇൻഡക്ഷൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ മെയിൽ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ മെയിലിലേക്കായിരിക്കും വരുന്നുണ്ടാവും ഇൻഡക്ഷൻ മീറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ. നമ്മൾ സ്റ്റഡി സെന്റർ നമുക്ക് അയച്ചു തരുമോ? അത് സ്റ്റഡി സെന്ററുകാർ നമുക്ക് ഇൻഡക്ഷനെ കുറിച്ച് മെയിൽ ചെയ്യുമോ? മീറ്റിംഗ് എന്നാ വരുന്നതെന്നുള്ള ഡേറ്റും കാര്യങ്ങളും ചിലപ്പോൾ അവര് ഓഫ്ലൈൻ ആയിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഓൺലൈൻ ആയിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ആയിരിക്കും അവർ അയക്കുന്നുണ്ടാവും. മിസ് ഞാൻ കൊടുത്തത് CMS കോളേജ് കോട്ടയായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂരാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്റെ അഡ്മിഷൻ കൺഫേം ആയപ്പോൾ തന്നെ ഞാൻ അയച്ചിട്ടുണ്ട്, ഇത് റീജിയൻ സെന്ററിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഇതൊന്നും വന്നിട്ടില്ലായിരുന്നു, കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇന്ന് ഒന്നുകൂടെ അയച്ചു, ഇതുവരെ എനിക്ക് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. ചേഞ്ച് ചെയ്യണം, സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെയിൽ ഇപ്പൊ 2 വട്ടം അയച്ചു. ഇതുവരെ എനിക്ക് കൺഫർമേഷൻ ഒന്നും വരില്ല. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് തൃശ്ശൂർ പോകാനൊക്കെ ദൂരമാണ്. ഇല്ല, ഞാൻ ആ CMS കോളേജ് തന്നെയാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇത് ബൈ മിസ്റ്റേക്ക് എങ്ങനെയോ വന്നാണ്. വരാൻ ചാൻസ് കുറവാണ്. അതെങ്ങാനും മെയിൽ അയച്ചിട്ട് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് അവർ പ്രോപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. പെട്ടെന്നൊന്നും മെയിലിൽ അങ്ങനെ റെസ്പോൺസ് വരാറില്ല. അത് അവിടെ പോയി അന്വേഷിക്കേണ്ട വരും. റീജിയണൽ സെന്ററിൽ തന്നെ പോയി അന്വേഷിക്കേണ്ട വരും കേട്ടോ, സ്റ്റഡി സെന്റർ മാറ്റണമെങ്കിൽ. ഇപ്പോ എനിക്ക് കുറച്ച് ദൂരാണ് കോച്ചിങ്. ഞാൻ മെയിൽ ഇപ്പൊ 2 വട്ടം ഞാൻ റിമൈൻഡ് ചെയ്തു. പക്ഷേ റെസ്പോൺസ് ഒന്നും കാണുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊന്നും എന്തായാലും പോയി അന്വേഷിക്കേണ്ട വരും കേട്ടോ. ആണോ? അപ്പൊ അതുകൊണ്ട് ഇൻഡക്ഷൻ മീറ്റിംഗ് ഉടനെ ഉണ്ടാവുമോ? ഇൻഡക്ഷൻ മീറ്റിംഗ് ഒക്കെ ഇൻഡക്ഷൻ മീറ്റിംഗ് ഉടനെ ഉണ്ടാവും വെച്ചാൽ അത് ഓരോ സ്റ്റഡി സെന്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 2nd മന്ത് 3rd മന്ത് ഒക്കെ ആവുമ്പോഴത്തേക്കും കണ്ടക്ട് ചെയ്യാൻ തുടങ്ങേണ്ടതാണ്. ഓഹോ. ഇത് നമ്മൾ ചെന്ന് സംസാരിക്കാൻ നമുക്ക് എത്ര നാളെടുക്കും ചേഞ്ച് ചെയ്ത് കിട്ടാനായിട്ട്? അത് റീജിയണൽ സെന്ററിന് അവിടെ പോയി പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ചെയ്തു തരുന്നതാണ്. നിങ്ങൾ അതിപ്പോ മെയിലായിട്ട് അയക്കുന്ന സമയത്ത് റെസ്പോൺസ് ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പൊ അതെന്തായാലും അവിടെ പോയി അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഈവൻ ഇപ്പൊ സ്റ്റഡി സെന്റേഴ്സിനെ വിളിച്ചാലും ചില സമയത്ത് അവർ കോൾ എടുക്കാറില്ല. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂ വരുന്നതുകൊണ്ട് മാക്സിമം അവിടെ തന്നെ പോയിട്ട് പെട്ടെന്ന് തന്നെ മാറ്റണമെങ്കിൽ അത് തന്നെ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോ എക്സാമിന് അടുപ്പിച്ചിട്ടൊക്കെയാണ് പിന്നെ മാറ്റം എന്നൊക്കെ വിചാരിക്കാൻ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ അതിനുള്ള ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തേക്കും റെഡി ആയിട്ട് കിട്ടും. പക്ഷെ ഞാൻ ആക്ച്വലി ഫോം പേരൊക്കെ CMS കൊടുത്തത്. പക്ഷെ എങ്ങനെ മാറിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ചാൻസ് ഇല്ല തൃശ്ശൂർ കൊടുക്കാനായിട്ട്, എനിക്ക് ഒരുപാട് ദൂരാണ്. എന്തായാലും പോയി അന്വേഷിക്കും കേട്ടോ. പിന്നെ കൊച്ചിൻ പോകണമെങ്കിൽ എനിക്ക് കുറച്ച് ദൂരാണ്. ഇപ്പൊ ഫോൺ ചെയ്ത് നോക്കാം. നമുക്ക് ആക്ഷൻ ടാസ്കിലേക്ക് പോയാലോ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചു. മാം ID കാർഡ് എങ്ങനെയാ അത് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അത് നമ്മളാണോ ചെയ്യണ്ടേ? നമ്മൾ സ്റ്റുഡന്റ് പോർട്ടലിൽ കയറിയിട്ട് നമ്മൾ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് കേട്ടോ. ആണോ? അതെങ്ങനെ ചെയ്യണ്ടേന്നുള്ളത് എന്തെങ്കിലും അവിടുന്ന് പറഞ്ഞു തരുമോ? എനിക്ക് ഒരു ഐഡിയ ഇല്ല. ചോദിച്ചാൽ മതി, അപ്പൊ അവർ ഗൈഡ് ചെയ്ത് തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. എന്താണ് മാഡം? മെന്റേഴ്സിന്റെ അടുത്ത് ചോദിച്ചാൽ മതി, അവർ ഗൈഡ് ചെയ്ത് തരും എങ്ങനെയാണ് ID കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അതും വെച്ചിട്ട് നമ്മൾ തന്നെ ലോഗിൻ ചെയ്ത് നമ്മൾ തന്നെ അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. സോ താങ്ക് യു മേഘ മാം. ഓഡിബിൾ അല്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കാം. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ 3 സിലബസ് ഡീകോഡിങ് ചെയ്തു, ടൈം ടേബിൾ ലോഞ്ചിങ് കഴിഞ്ഞു, ആൻഡ് നമുക്ക് നമ്മുടെ അസൈൻമെന്റ്സിനെ പറ്റിയും എക്സാംസിനെ പറ്റിയും ഒക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് മേഘ മാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഓരോ സെഷന്റെ അവസാനവും നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്താന്ന് വെച്ചാല്, നമുക്കറിയാം നമ്മള് സിലബസ് ഡീകോഡിംഗ് ആണ് ഇന്ന് മെയിൻലി ഫോക്കസ് ചെയ്തത്. അപ്പൊ അതിൽ നമുക്ക് ഇന്ന് 2 ടാസ്ക്സ് ആണ് ചെയ്യാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ 4 പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ആൻഡ് ആ 4 പേപ്പേഴ്സ് നിങ്ങളോട് അതൊരു 4 പ്രൊഡക്ട്സ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, 4 പേപ്പേഴ്സ് എന്ന് പറയുന്നത് 4 പ്രൊഡക്ട്സ് ആണ്. അതായത് ഇപ്പോ നമുക്ക് ഡിഫറെന്റ് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഗാഡ്ജറ്റ്സ്, ഇപ്പൊ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ
പെൻ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ വിചാരിക്കുക. ആൻഡ് നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ആൻഡ് നമ്മളോട് നമ്മുടെ ബോസ് പറഞ്ഞു ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ അഡ്വർടൈസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വർടൈസ് ചെയ്യണം. ആൻഡ് അപ്പൊ നമ്മൾ അഡ്വർടൈസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ബ്രാൻഡ്സ് എടുത്ത് നോക്കുക, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നൈക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പിന്നെ അതിനൊക്കെ ഓരോ ലോഗിൻസ് ഇപ്പോ സ്ലോഗൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, നമുക്ക് ആ നൈക്കി എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജസ്റ്റ് ഡു ഇറ്റ് എന്നുള്ള ടാഗ് ലൈൻ വരും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മെക്ഡൊണാൾഡ്സ് എന്നുള്ള ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ടാഗ് ലൈൻ ആണ് ഐ എം ലവിങ് ഇറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആപ്പിളിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ തിങ്ക് ഡിഫറെന്റ്, അതാണ് അതിന്റെ പിന്നെ ടാഗ് ലൈനായി വരുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ 4 പേപ്പേഴ്സ് ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ആ ഒരു പേപ്പേഴ്സ് ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനൊരു സ്ലോഗൻ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് അഡ്വർടൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് ആക്കിയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് അത്ര മതി. ഓക്കെ, നമ്മൾ ആ ടാഗ് ലൈനും കാര്യങ്ങളും പറയുന്ന ഒരു 30 സെക്കൻഡ് വീഡിയോ അല്ലെങ്കിൽ 30 സെക്കൻഡ് ഓഡിയോ ആയിട്ട് നമ്മുടെ മെന്റേഴ്സിന് അയച്ചു തരാം. ആൻഡ് രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ടീച്ചർ ആണെന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇൻ റിയാലിറ്റി നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, പക്ഷെ നിങ്ങളൊരു ടീച്ചർ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആൻഡ് നിങ്ങൾക്കൊരു ചോയ്സ് തരികയാണ് ഈ ഒരു 4 പേപ്പറിൽ, അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള 4 പേപ്പേഴ്സിൽ ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങളോട് പഠിപ്പിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ നിങ്ങൾ ഏത് പേപ്പർ ആണ് ചൂസ് ചെയ്യുക ആൻഡ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പേപ്പർ പഠിപ്പിക്കാൻ വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് എഴുതിയിട്ട് മെന്റേഴ്സിന് അയച്ചു തരിക. ഇതാണ് 2 പിന്നെ നമുക്ക് ടാസ്ക്സ് ആയിട്ട്, ആക്ഷൻ ടാസ്ക് ആയിട്ട് ഇന്ന് വരുന്നത്. അപ്പോ ഇത് പറഞ്ഞത് ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോ ഈ ഒരു ആക്ഷൻ ടാസ്ക്സ് നെക്സ്റ്റ് സെഷന്റെ മുന്നേ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് വിത്ത് ദാറ്റ് വി ആർ കമ്മിങ് ടു ദി എൻഡ് ഓഫ് ദി സെഷൻ. അപ്പൊ ഇന്ന് നമുക്ക് ഓറിയന്റേഷൻ സെഷന്റെ 3rd സെഷൻ ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇതിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തത് സിലബസ് ഡീകോഡിംഗ്, ടൈം ടേബിൾ ലോഞ്ചിങ് ആൻഡ് നമ്മള് അസൈൻമെന്റ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ അസൈൻമെന്റ്സ്, എക്സാമിനേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ലേൺ വൈസ് സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നെ ചെയ്തിട്ടുണ്ട്, ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് മേഘ മാം അതുപോലെ നമുക്ക് ഡൗട്ട് ക്ലിയറിങ്ങിനും ഒരു ടൈം കണ്ടെത്തി. ഷി ഓൾസോ ക്ലിയർ യുവർ ഡൗട്ട്സ്. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സീ യു ഓൾ ഫോർ ദി നെക്സ്റ്റ് സെഷൻ.